Assalamualaikum. Welcome back to my YouTube channel Aafi Flavour. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്ക കൊഞ്ച് ചമ്മന്തിയാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് മാത്രം മതി നമുക്ക് ചോറിനൂടെ കഴിക്കാൻ. നമ്മൾ അറിയാതെ കുറേ ചോറങ്ങ് തിന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാവേ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഉണക്ക കൊഞ്ച് എടുക്കാം. അത് നമുക്ക് പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ തോന കൊഞ്ചൊക്കെ ഉണ്ട് ഈ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മൂപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇപ്പം ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യത്തിന് മാത്രം കൊഞ്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കൊഞ്ച് നമ്മളൊരു നല്ലൊരു ഡപ്പയിലിട്ട് നല്ല രീതി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഇത്രയൊന്നും വേണ്ട. നമ്മൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് കൊഞ്ച് മാറ്റിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ഡപ്പയിലിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതാണ്ട് നമ്മളെ കൊഞ്ച് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആവുന്ന നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല രീതി ഇളക്കി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചെറുതായിട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കളർ മാറി തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൊമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ആ പൊടിയെടുത്ത് നമുക്ക് കളയാൻ പറ്റും. രണ്ടും വേറെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ പൊടിയങ്ങ് എടുത്ത് കളയാവേ. ഇതാ നല്ല രീതി ഇവിടെ മൂത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ പൊടിയൊക്കെ മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ്ട് ഞാൻ ഇപ്പോൾ ഇത്രയും കൊഞ്ച് എടുക്കുന്നുള്ളൂ. ബാക്കി കൊഞ്ച് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനിയും കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാൻ എടുത്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുള്ളത് 2 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് പുളി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ 7 ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ വേണേ. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് എടുത്തൊന്ന് ചൂടാക്കിയെടുക്കാതെ വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്നവരെ നമുക്കിത് മൂപ്പിച്ച് തന്നെ അരയ്ക്കാനെടുക്കണേ. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ അതാ ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയൊരു ഇഞ്ചി വേണേ. ഇനി നമുക്കൊരു മിക്സി എടുക്കാം. മിക്സിയിലേക്ക് നമുക്ക് ഈ വറ്റൽമുളകൊന്ന് ഇട്ടുകൊടുക്കാം. ആദ്യമേ നമുക്ക് വറ്റൽമുളക് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അണ്ടേ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉണക്ക കൊഞ്ചും വറ്റൽമുളക് ഇവിടെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പൊടിക്കേണ്ടുള്ളത്. നമ്മൾ ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ട് അരയ്ക്കുമ്പം നല്ല രീതി അരഞ്ഞ് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചുമന്നുള്ളി, ഇത്തിരി പുളി, കുറേ വേണ്ട, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി മതിയായിട്ട് കുറേ ആവണ്ട. അപ്പോൾ ഇതാ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറേയൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവേ.
അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ കമൻറ്റ് കൊടുത്തതിനെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരനെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേനെ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നിമിഷം പ്രസ് ചെയ്താലേ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത വീഡിയോ ഇനിയും കാണാം. എല്ലാം സേഫ് ആയിട്ട്. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.